ജഗതിരക്ഷകനാ മസിഹാ നൃപനൻ കാഴ്വിട്ടതിനാ പോകുന്നേ സങ്കടപൂർവം. ഭാരതത്തിനും കഴിയുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാ ശുശ്രൂഷകളിലും ശരണം
യേശു തമ്പുരാൻ അരുൾ ചെയ്തു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഉദ്ധിതനായ മിശിഹാ തമ്പുരാൻ അരുൾ ചെയ്തു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. സിംഹാസനത്തിൽ നിന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുൾ ചെയ്തു. എല്ലാവർക്കും വളരെ ദുഃഖം സൃഷ്ടിക്കുന്നതാണ്. ഇത്രയും കാലം മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം തലമുറകളെല്ലാം നമ്മളോടൊപ്പം ജീവിച്ച ഭൗതികമായ സാന്നിധ്യം നമ്മളോടൊപ്പം ഇല്ലാതാവുക. ഇതാണ് നമുക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകകൾ പിന്തുടരാൻ, ആ ഓർമ്മകളെ തലമുറകളിലേക്ക് സംരക്ഷിക്കാൻ മാത്രമാണ് നമുക്ക് കഴിയുക. കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ഇവിടെ പോയിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി ആ സ്മൃതികൾ ദുഃഖത്തിൽ പങ്കുചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ റാന്നി ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ള അഗാധമായ ദുഃഖവും അനുഷ്ഠിതമാണ്. എല്ലാവരെയും കുടുംബങ്ങൾ പ്രത്യേകമായി ദാസന്റെ ആത്മാവ് ആശ്വാസവും ആനന്ദത്തിനായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമാരാകമാർ നയിക്കപ്പെടുവാനും ഒരുനാൾ ദിവസം വരെ അവിടെ ആത്മാവായി തന്നെ മുഖപ്രസന്നോടെ അഭിമുഖീകരിക്കേണ്ടയാകണമേ. ആധാം
വാഗ്ദത്തം ചെയ്തോൻ മശിഹ നിശരണത്തിൽ നിദ്രിതനാം പ്രാസകരുളണമോ താരം സർക്കാരികാവാസത്തിൻ അടിയാരെ നീക്കിയ മശിഹ കനികൊടുകൈ കൊള്ളണമിവനെ വിധിയതിലെ തിരുതേ നാദാ വെളിവായെല്ലാം തൃക്കണ്ണാൽ കാണും മശിഹ രാജാവേ നിന്നാഹിമോദയ ദിവസത്തിൽ ഇവനുടെ കരവെളിവാക്കല്ലേ നിൻ ശരണത്തെ നിർദ്ദിരാം ദാസനു മശിഹ സ്തുതി നൽകി നിൻ മഹിമോദയ ദിവസത്തിൽ വലഭാഗത്തായി ചേർക്കേണം സ്വർഗവാടം ഭേദിക്കും പരദേശിന്താക്കോൽ മശിഹ സമശരണേ മൃദനാം ദാസൻ അൻപാൽ വാതിൽ തുറക്കേണമേ പൂർവ്വ സഹജാ കരയരുതേ നാദൻ പ്രവേൻ വാർവേക്കും വഴി കാണിക്കും പരദേശിൽ കാവൽ ക്രോമേ മാലാക ഉദ്ധാനം നൽകിയ നാദം കരളതിൽ നിന്നും നിന്നെ വിളി ചേറ്റിടും പരുദീസായിൽ വശിലാദ്രപദേ സൃഷ്ടിപദേ സർവരഹസ്യം കാൺമോനെ നാദാ കൃപയാൽ ഞങ്ങളെ നീ ചിറകിൻ മറവിൽ ചേർക്കേണം ഈ ആത്മാവിന്റെ വിശുദ്ധന്മാരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള അവസരത്തിനിടയാകുകയും ചെയ്യണമേ വിശ്രാന്തിയും ആനന്ദമതും ദാസർക്കരുള്ള മരണം കൈക്കൊണ്ടോനാം നീ പാതാള സ്ത്രീലരെ നാശം തീർത്തിരുന്നേൽപ്പിപ്പാൻ സാക്ഷാത്താൻ ജീവോദ്ധാനങ്ങൾ വാഗ്ദത്തം ചെയ്തോതിയ പോലെ ശ്വാസമുദ്ധാരേനം സംഘാരോ നാമെല്ലാവരും പ്രാർത്ഥിച്ചോട് കരുണയും ദൈവം യാചിക്കണം സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനസ്സിലാകാൻ നല്ല ഉന്നതി നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ സ്വന്തം രൂപത്തിൽ നമ്മെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ഛായ നമ്മെ നിർമ്മിച്ച നിർമ്മിസ്രാവും മണ്ണുകൊണ്ട് നമ്മെ ഉണ്ടാക്കുകയും തന്റെ നീതിനകലേക്ക് നമ്മെ തിരിച്ചയക്കുകയും കൃപയോട് അഭിനന്ദ വേണ്ട മുദ്രിക്കുകയും ചെയ്യുന്ന നിർമ്മലമായ സ്തുതി തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായ ഈ സമയത്തും സകലനാളുകളും നാളുകളും സമയങ്ങളിലും അന്തിരാനെ അടിയുടെ ആയുഷ്കാരം നോക്കിയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തെ യോഗ്യമാകുന്നു സോദരായ യോധാമും ഭരിക്കുന്നു സകലത്തെ ഭരിക്കുന്നതുമായ ഒരു പ്രാവേ നിന്റെ കൽപ്പനയാൽ സകലവും ഉണ്ടാവുകയും നിന്റെ കൽപ്പനയാൽ തന്നെ എല്ലാം കഴിഞ്ഞു പോവുകയും ചെയ്യുന്നു പ്രകാരം തന്നെ ജീവനും അവിടുത്തെ ആജ്ഞത്താൽ അവസാനവും സംഭവിക്കുന്നു ദൈവമേ ജീവകാലവും സകലത്തിന്റെ ശ്വാസമയാകുന്നു നിന്നിലുള്ള പ്രത്യാശയോടെ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിന് യാത്രയായി മിത്രരാമിച്ചിരിക്കുന്ന ഈ ദാസനെ കനിയണമേ നിന്റെ ആശ്വാസ ഭവനങ്ങളിൽ കടക്കുപോകണം നിന്റെ വിശുദ്ധ സേനകളാൽ ഇവന് സഹായം ആകണമേ മഹാകാരണവാനായ ദൈവമേ നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ കർത്തൃത്വം വെളിപ്പെടുകയും നിന്റെ പരാക്രമം അറിയപ്പെടുകയും
നിന്നെ കുറിച്ചുള്ള ഭയം എല്ലാവരും ഉണ്ടാകുകയും ചെയ്യുന്നതായ അവസാന ദിവസത്തിൽ മാലാഖമാർ കടനാഥം പുറപ്പെടുവിക്കുകയും മാലാഖമാർ അട്ടഹസിക്കുകയും അഗ്നിമയന്മാരുടെ സകല സംഘങ്ങളും നിന്റെ ഭയങ്കരങ്ങളുടെ പ്രാഭവത്തെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ നീ ഘോഷിക്കുകയും അഗ്നി ജ്വലിക്കുകയും മോർച്ച കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും കല്ലുകടയും കേൾക്കപ്പെടുകയും മുത്തുവന്മാർ വേദനിക്കപ്പെടുകയും പാപികൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും സർവരുടെ പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുന്ന സമയത്ത് അവിടെയുള്ള ശിക്ഷാവധിയിൽ നിന്നും നിന്റെ ദാസന്റെ ആത്മാവിനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹം പോലെ കർണ ചെയ്യണമേ. ഇവൻ ചെയ്തു പോയിട്ടുള്ള ഹീനമർമ്മങ്ങളെ നീ പരിഗണിക്കരുത്. ഇവൻ ചെയ്ത പാപങ്ങളെ നീ ഓർമ്മിക്കരുത്. ഭയങ്കരമായ നിന്റെ ന്യായവിധിയിൽ ഇവനെ ശിക്ഷിക്കരുത്. നിന്റെ ഹൃദയം നിന്നാൽ ഇവൻ നിരോധിക്കപ്പെടുമാറാകരുത്. നിന്നെ സ്നേഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവൻ വേർതിരിപ്പിക്കപ്പെടാൻ ഇടയാകരുത്. ഇവൻ സന്തോഷ ആനന്ദത്തോടെ നിന്റെ മനവരയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയെ കൃപയും സ്തുതിച്ചു പാടുകയും ചെയ്യുമാറാകണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുടെ സ്തുതിയോഗ്യമാകുന്നു. സൃഷ്ടികളകിലും സംഭ്രമപൂർവം മറയുമ്പോൾ ആദ്യത്തിനും വിളയും താരകളും പ്രഭയില്ലാതായി മറയുന്നു. ലോകവും സൃഷ്ടാവിൻ വാക്കാലന്ത്യാവസ്ഥയിലെത്തുന്നു. വിളരുന്നു നീരാജന്മാരുയരുന്നു. നേരും നീതിയും ഉൾക്കൊള്ളും നിയത വിധിക്കാൻ വിധികേകം പ്രാപിക്കുന്നു. കർത്താവേ, സത്യവിശ്വാസത്തോടെ സർവ്വത്തോടും കൂടെ ഈ ലോകത്തിലെ യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയെ ദാസന്റെ ആത്മാവിൽ നീ വിമോചനം മാതൃകാരമായിരിക്കണമേ. ദാസന്റെ ആയുഷ്കാലത്തിലുള്ള സകല പാപങ്ങളും തെറ്റുകളും ക്ലേശങ്ങളും സമ്പൂർണ്ണമായി നിന്റെ കർണാസ്തമൊഴുകുകയും കഴിവെടുപ്പാക്കണമേ. ജീവദായകമായ നിന്റെ ദൈവത്വത്തിന്റെ കൽപ്പനയിലാക്കിത്താലും ഈ ദാസനെ ദാസനമേ. മകനീമാനത്തിന്റെ ശ്രേഷ്ഠ കൽപ്പന ദാസന്റെ ദേഹിയെയും ആത്മാവിനെയും വിശദീകരിക്കണമേ. ദാസനെ ഞങ്ങൾ അനുസരിക്കുന്ന ഈ രൂപത്താൽ ദാസനെ പാപരിഹാരം നൽകണമേ. കരച്ചിലോ വിലാപമോ ഇല്ലാത്ത സന്തോഷോല്ലാസങ്ങളുടെ ഹൃദയം ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ വിശ്വാസമായി ഞങ്ങളുടെ മരിച്ച സ്ഥലം വളർത്തുവാൻ നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുന്ന നിനക്ക് നിലവിലാൻ വിശ്വാസമായി സ്തുതിസ്തോത്രം കരയുകയും ചെയ്യുമാറാകണമേ. കൂട്ടിക്കൊണ്ടയ്യോ പോയ വന്നവരെ കാണാൻ അഭ്യർത്ഥിച്ച് കേട്ടില്ലേ വാങ്ങിച്ചെല്ലാം കൈകോലി അനുഗ്രഹമാണ് പൂർത്തിയാക്കി ദൈവത്തിലേക്ക് യാത്രയായിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട നമ്മൾ യാത്രയാണ്. ഈ അവസരത്തിൽ ചിറ്റാർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ വികാരി സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് പ്രസിഡന്റുമായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട പോൾ ദാനവച്ചൻ ഇവിടെ കടന്നു വന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സണ്ണിലോ ലാൽ കണ്ണശ്ശേരിൽ ചിറ്റാരുടെ ഭാഗമാണെന്ന് നമുക്ക് അറിയാമല്ലോ. ആയിടവകയെ പ്രതികരിച്ചുകൊണ്ട് ബഹുമാനദാസന് ഇപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമ്മെ സ്നേഹിച്ച് നമ്മെ കരുതി നമ്മെ വളർത്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും മനുഷ്യപരമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും
ആത്യന്തികമായി സ്വർഗരാജ്യത്തിൽ വിശുദ്ധന്മാരും മാലാഖമാരും ദൈവികമായ ഒരു ആനന്ദത്തിലാണെന്ന കാര്യം നാം അവിടുന്ന് മനസ്സിലാക്കണം. ഈ പിതാവിന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർന്നിരിക്കുക. കഴിഞ്ഞ 87 വർഷക്കാലം ഈ ലോക ജീവിതത്തിൽ ജീവിച്ച പ്രിയപ്പെട്ട അമ്മച്ചിയോടും മക്കളോടും കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഒക്കെ അവിടെ ചേർന്ന സന്തോഷവും ഒക്കെ അവിടുന്ന് ഈ പിതാവ് കാണുന്ന നല്ല മാതൃക. ദേവാലയത്തിലേക്ക് ഡെഡ്ബോഡി എടുക്കുന്ന സമയത്ത് നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർത്തി എന്നെ മറന്നിടാൻ ഇടയാകരുത്. ഈ പിതാവ് ഇടവകയെ സംബന്ധിച്ച് ഇടവകയുടെ നല്ല ഒരു സഭാസ്നേഹിയും ഇടവകയെ സ്നേഹിക്കുകയും കുടുംബാംഗങ്ങളെയും ഈ ദേശത്തെ ദേശനിവാസികളെയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരായി സ്നേഹിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ പിതാവിനെ ഇന്ന് ദൈവസന്നിധിയിലേക്ക് യാത്ര അയക്കുവാൻ തന്നെ ആദ്യം തന്നെ ഈ സമയത്ത് തന്നെ അവരുടെ മനസ്സിത്രയും ജനങ്ങൾ വന്ന ഈ കർത്തദാസിനെ അവിടുന്ന് യാത്രയാക്കുവാൻ തക്കവണ്ണം ഈ പിതാവ് കാണിച്ച നല്ല സ്നേഹത്തിന്റെ മാതൃകയാണ്. ഇനിയും ഈ പിതാവിന്റെ ആത്മാവ് എന്നും ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കി തന്റെ പ്രിയപ്പെട്ട പത്നിയും മക്കളും ഒക്കെ അവിടുന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാവും ഈ ലോകത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ അവിടുന്ന് ഓർക്കണം. ഈ പിതാവ് എപ്രകാരം ഈ ലോകത്തിൽ ജീവിച്ചു, മാതാവും പിതാവും ഈ ലോകത്തിൽ തങ്ങളെ എപ്രകാരം വളർത്തി, സഭയോടും ഇടവകയോടുമുള്ള ഇവരുടെ ബന്ധം എപ്രകാരമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. എനിക്കറിയാം, എൻ്റെ ഇടവകയിൽപ്പെട്ട പ്രത്യേകിച്ച് ഈ അപ്പച്ചന്റെ മകൾ സറമാമയും ലാൽ എണ്ണശ്ശേരിയും ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സജീവത്വം നിറഞ്ഞ ആത്മീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രത്യേകിച്ച് ലാൽസാന്റെ മാതാവ് അവിടുന്ന് വാർദ്ധക്യസഹജമായി കഴിയുന്നുവെങ്കിലും എല്ലാ ഞായറാഴ്ചയും ഇവർ രണ്ടും ചെയ്യണം. ഒരാൾ ഒരു ആഴ്ച ലാൽസ വന്നെങ്കിൽ മറ്റേ ആഴ്ച അമ്മാമ ഞായറാഴ്ച പള്ളിയിൽ വരുന്നത്. ഒരു പക്ഷെങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, ഒരു പക്ഷെങ്കിൽ വേണമെങ്കിൽ മാതാവിനെ ശുശ്രൂഷിക്കാനെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഈ പ്രിയപ്പെട്ട അപ്പച്ചന്റെ മകൾക്ക് വേണമെങ്കിൽ ഭവനത്തിൽ വേണമെങ്കിൽ താമസിക്കാം, അല്ലെങ്കിൽ അതിനെ ശുശ്രൂഷിക്കാം. പക്ഷെങ്കിൽ ദേവാലയത്തിലെ ആരാധനയിൽ ഒന്നും മുടക്കം കൂടാതെ വന്ന ദേവാലയത്തിൽ ആദ്യോടന്തം ഏറ്റവും ആദ്യമേ ദേവാലയത്തിൽ വരുന്ന കുടുംബം കൂടിയാണ്. ചിറ്റാരപ്പള്ളിയിൽ ഏറ്റവും ആദ്യമേ ദേവാലയത്തിൽ വരുന്ന ഒരു ഭവനം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് ഈ പിതാവും മാതാവും തന്റെ മക്കൾക്ക് കാണിച്ച നല്ല മാതൃക. അതുകൊണ്ട് നമുക്ക് ഓർക്കണം, ഈ പിതാവിന്റെ ആത്മാവ് ഈ ലോക ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരും മാലാഖമാരൊക്കെ സന്തോഷിക്കുന്ന ഗണത്തിലാണ് ഈ പിതാവിന്റെ ആത്മാവ് ചെന്ന് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ യോഹന്നാൻ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന നിങ്ങളും ഇരിക്കേണ്ടതെന്ന് തന്നെ. പലപ്പോഴും നമുക്ക് ഈ ലോക ജീവിതത്തിലെ അവിടുന്ന് തന്റെ കർത്താവിന്റെ ശരീരങ്ങൾ അനുഭവിച്ച് വിശുദ്ധിയോടുകൂടിയും ഭക്തിയോടുകൂടിയും അനുഷ്ഠിച്ച ഈ ലോക ജീവിതത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഒരു വിശ്വാസിക്ക് മരണമില്ല. കർത്താവിന്റെ ശരീരങ്ങൾ അനുഭവിച്ച വിശുദ്ധിയോടെ ഈ ലോക ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു വ്യക്തിക്കും അവിടുന്ന് മരണമില്ല. അതുകൊണ്ടാണ് നാം അവിടുന്ന് ഈ പിതാവിനെ ദൈവസന്നിധിയിലേക്ക് ഏറ്റവും യോഗ്യമായ നിലയിൽ അവിടുന്ന് യാത്ര അയക്കുകയും തുടർന്നുള്ള നമ്മുടെ വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ദൂരപ്രാർത്ഥനയിലും ഒക്കെ പ്രത്യേകമായിട്ട് നമ്മൾ വാങ്ങിപ്പോയത് നാം ഓർക്കുന്നത്. ഇവരൊക്കെ ദൈവസന്നിധിയിൽ സജീവനായി യേശുദമ്പുരാനടുത്ത്, വിശുദ്ധന്മാരടുത്ത്, സ്ത്രീകന്മാരടുത്ത്, മാലാഖമാരടുത്ത് അവിടുന്ന് തമ്പുരാനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ അപ്പച്ചന്റെ എല്ലാ മക്കളും കൊച്ചുമക്കളും നിങ്ങളൊക്കെ ഓർക്കണം, ഈ പിതാവ് ഇന്ന് മുതൽ ഈ പിതാവിന്റെ ദൈവരാജ അനുഭവത്തിലായത് മുതൽ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുടക്കം കൂടാതെ രാവിലെയും വേണ്ടത്തെ പ്രാർത്ഥനയിലും കുർബാനയിലും ഒക്കെ ദൂരപ്രാർത്ഥന പ്രത്യേകമായിട്ട് ഓർത്ത് മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ പിതാവിന്റെയും മാതാവിന്റെയും അങ്ങനെ വാങ്ങിപ്പോയി ആത്മാവ് ദൈവസന്നിധിയിൽ അവിടുന്ന് സന്തോഷിക്കുന്ന അനുഭവത്തിലാണ്. അതുകൊണ്ട് ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും പിന്നെ അല്പസമയം അവിടുന്ന് ഈ
പ്രിയപ്പെട്ട മക്കളോടും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ഒന്നും അവിടുന്ന് നിങ്ങളുടെ വേർപാടിൽ അവിടുന്ന് ഞാനും പങ്കുചേരുന്നു. ദൈവമായ കർത്താവ് ഈ പിതാവിന്റെ ആത്മാവിന് നിങ്ങളുടെ പ്രദേശത്തിൽ വിശ്രമം കൊടുക്കട്ടെ. കർത്താവ് രണ്ടാമത്തെ പിടിച്ചുകൊണ്ട് എതിരേൽക്കേണ്ടതാണ് നമുക്കും അവിടുന്ന് ആ ഒരു ദൈവികമായ സ്വർഗരാജ്യ അനുഭവമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്ന ഞാൻ നിങ്ങളുമൊക്കെ എപ്പോഴും ഓർക്കണം, മനുഷ്യ ജീവിതം ഇന്ന് കാണും നാളെ പാടും പൂക്കളെ പോലെയാണ്. നമ്മളൊക്കെ ഓരോ ഈ ലോക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവമേ നീ തരുന്ന ആയുസ് നിന്റെ സന്നിധിയിൽ ദൈവികമായ ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പ്രത്യേകിച്ച് ചിറ്റാറ സെന്റ് ജോർജ് വലിയപള്ളി ഇടവകയിലെ വികാരി എന്ന നിലയിൽ ഇടവകയുടെ എല്ലാവരുടെയും അവിടുന്ന് ഈ ഭവനത്തോടുള്ള വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന പിതാവിന്റെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന എല്ലാ മക്കളോടും പ്രിയപ്പെട്ടോടും ഭവനക്കാരോടും ആ വേർപാടിൽ ഞങ്ങളും അവിടുന്ന് പങ്കുചേരുന്നു. ഈ പ്രത്യേകിച്ച് അതാണെയും രാജസ്ഥാനും ഇടവകയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല ആത്മീയ കൈത്താങ്ങളും ഇടവകയുടെ ആത്മീയ പ്രസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് അധിവാസങ്ങളും സഭയ്ക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളും സമയവും അതുപോലെ ദൈവസന്നിധിയിൽ അവിടുന്ന് തരുന്ന എല്ലാ നന്മകളെയും ഓർക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഈ പിതാവും മാതാവും കാണിച്ച നല്ല മാതൃക തുടർന്നും നല്ല സാക്ഷ്യമായി കിട്ടുന്ന നമുക്കൊക്കെ അവിടുന്ന് ലഭിക്കുന്ന ആയുസ് പ്രകാരം തമ്പുരാനെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കുദ്ധാനം വാഗ്ദത്തം ചെയ്തോൻ മശിഹാ, നിൻ ശരണത്തിൽ നിദ്രിതരാം ഭക്തർക്കരുളണമൂർധാനം. താൽക്കാലികമാം വാസത്തെ നടിയാനേ നീക്കിയ മശിഹാ, കനിവോടു കൈക്കൊള്ളണമിവനെ, വിധിയതിലേറ്റരുതേ നാഥാ. വെളിവായെല്ലാം തൃക്കണ്ണാൽ കാണും മശിഹാ രാജാവേ, നിൻ മഹിമോദയ ദിവസത്തിൽ ഇവനുടെ കരവെളിവാക്കല്ലേ. നിൻ ശരണത്തിൽ നിദ്രിതരാം ദാസനു മശിഹാ സ്മൃതി നൽകി, നിൻ മഹിമോദയ ദിവസത്തിൽ വലഭാഗത്തായി ചേർക്കേണം. സ്വർഗകവാടം േരിക്കും പറുദീസിൻ താക്കോൽ മശിഹാ, തവ ശരണേ മൃദനാം ദാസൻ അൻപാൽ വാതിൽ തുറക്കേണമേ. പൂവുക സഹജാ കരയരുതേ, നാഥൻ പ്രഭയിൽ പാർപ്പിക്കും, വഴി കാണിക്കും പറുദീസിൽ കാവൽ ക്രോബേ മാലാഖ. മൃതലോകത്തീന്നും ലാസർക്കുത്ഥാനം നൽകിയ നാദം, കബറതിൽ നിന്നും നിന്നെ വിളിച്ചേറ്റിടും പറുദീ.
പ്രതികരിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. തായിലം കുടുംബം പിടാതൽ ശാഖയിലെ ഉപശാഖയായ വാര്യത്ത് പത്തായി അപ്പച്ചന് വർഷങ്ങൾക്ക് മുമ്പേ മരം വെട്ടിത്തെളിച്ച് ഇവിടെ എത്തുകയും മകനോടൊപ്പം ഇവിടെ എത്തുകയും കൃഷി കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ അപ്പച്ചന് ഇവിടെ കൃഷിയുമായിട്ട് ജീവിക്കുകയും ആണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 37 വർഷമായി ഞങ്ങളുടെ ശാഖ കുടുംബയോഗം നടന്നു വരുന്നു. അതിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഈ റോഡ് ടാർ ചെയ്യുന്നതിന് മുമ്പ് ജീപ്പിൽ ഞങ്ങളിവിടെ ഈ ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് കുടുംബാംഗങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതിന്, അതുപോലെ ഞങ്ങളെ നിർബന്ധിച്ച് ഉച്ചഭക്ഷണവും കഴിപ്പിച്ച് ഇവിടെ ഇരുത്തി വേണ്ടുന്ന എല്ലാ സത്കാരങ്ങളും ചെയ്യുന്നതിന് ഈ അപ്പച്ചന് കുടുംബത്തോടുള്ള സ്നേഹം കാട്ടിയിട്ടുണ്ട്. ഈ 87 വർഷം ഈ ലോകത്ത് ജീവിക്കാൻ അവസരം കൊടുത്ത അപ്പച്ചന് അവസരം കിട്ടി. അതിന് ദൈവത്തോട് സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ മകൻ രാജു, വിദേശത്തുള്ള രാജു കുടുംബയോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ്. അതോടൊപ്പം തന്നെ മരുമകൾ സൂസൻ അയലൂർക്കാരൻ തന്നെയാണ്. ഈ അപ്പച്ചൻ്റെ ദേവോദ്യോഗത്തിൽ അയലൂർ തായിലം കുടുംബം പിടാതൽ ശാഖയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, വന്ന് പ്രവേശിച്ച് ഖബറിൻ്റെ ഉള്ളിലുള്ള നാശത്തെയും മരണം എത്ര ഭീകരമാണെന്നുള്ളതും കാണുക. ഐഹിക ജീവിതം എത്ര ക്ഷണികമാകുന്നു എന്നും ഓർക്കുക. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, ഉയർപ്പിൽ നിന്റെ സൃഷ്ടിയെ നീ പുതുതാക്കണമേ. കർത്താവേ, നിന്നോടുള്ള ആശയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെ സൗഭാഗ്യസ്ഥലത്ത് നീ ആശ്വസിപ്പിക്കണമേ. തലമുറകളെ വിധിപ്പാൻ നീ എഴുന്നള്ളുന്ന ദിവസത്തിൽ
മേലുള്ള യെരുശലേമിൽ സന്തോഷങ്ങളുടെ മണവറയിൽ വെച്ച് പരിശുദ്ധന്മാരോട് കൂടെ മുടക്കം കൂടാതെ സ്തുതിക്കുവാൻ നിന്റെ ദാസന് നീ സംഗതിയാക്കണമേ. നശ്വരമാം വീടേ, എന്തിനു മോഹിപ്പിച്ചെന്നെ? പാപക്കടലേ, നീ എന്തിന്നാഴത്തിൽ താഴ്ത്തി? പായും ജീവിതമേ, ക്ലേശിപ്പിച്ചെന്തിന്നെന്നെ? പോകുന്നേ നാഥൻ നോക്കി പാർക്കും സ്ഥാനത്തിൽ. സ്വർഗീയ രാജാവേ, ഖബറിലുള്ളവരെ നീ ജീവിപ്പിക്കണമേ. നിന്നിൽ ശരണപ്പെട്ട് ആയുസ്സിനെ അവസാനിപ്പിച്ചിട്ടുള്ള സകല മരിച്ചവർക്കും നീ വിമോചകൻ ആയിരിക്കണമേ. നിന്റെ മഹാദിവസത്തിൽ അവർ സന്തോഷിക്കുമാറാകണമേ. അവർ ദുഃഖം നീക്കിക്കളഞ്ഞ് മഹത്വം ധരിച്ച് മുഖപ്രസാദത്തോടുകൂടെ മണവറയിൽ പ്രവേശിക്കുമാറാകണമേ. കരുണയാൽ ഞങ്ങളെ മനഞ്ഞുണ്ടാക്കിയ പിതാവിന്റെ മഹത്വം, സ്ലീബായാൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനും ഞങ്ങളെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനും സ്തോത്രം. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ അനുഗ്രഹവും കരുണയും എല്ലാ സമയത്തും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോയവരും മുടക്കം കൂടാതെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇതു മൃതിയിൻ ദിവസം, വേദനയിൻ ദിവസം, പരിദേവന ദിവസം, കടു ദിവസം, നാഥാ നൽകണമാശ്വാസം. കർത്താവേ, നിന്നിലുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസനും ആരാധകനുമായവനെ പുനരുത്ഥാനം പുതുതാക്കുമാറാകണമേ.
പൂർത്തീകരിക്കപ്പെടുന്നു. ിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരവരോടൊന്നും അദൃശ്യമായ അന്ധകാര സേനകളിലും ഇവരെ സംരക്ഷിച്ച നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസാന്നിധ്യം നേരുവാനും എന്റെ വിശുദ്ധന്മാരുടെ നിർമ്മിച്ചേക്ക് വസിപ്പാനും ഇവരെ ക്ഷമതിയാക്കണമേ. സംരക്ഷകനാം നാഥാദേവാ പകരം തിരുമുമ്പിൽ കേണേ വാർത്തനമേൻ സവിതാവാലേ ലോയൗഹാലേ ലോയ ശ്രദ്ധിച്ചിടണമേ യാചനയെ പിന്നെ മോഹിച്ചെന്നാത്മം ഹാലേ ലോയൗഹാലേ ലോയ എന്നുയർവാതാളം ഭൂകി ഒഴിയിൽ പെട്ടോരെ പോലായൻ ഹാലേ ലോയൗഹാലേ ലോയ തുണയറ്റോരോടൊക്കെ ഞാൻ സൗഭാഗ്യം നിങ്ങൾക്കൊത്താനത്തിനാളിൽ ഉൾക്കൊണ്ടോരിന്തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും ഫലഭാഗ്യേ സമൻകാലോ അവനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഇടപെടാതെ കരയേറ്റുവാനായി മരിച്ചവരെ ജയിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതിയുമായ കർത്താവേ, നിനക്ക് സ്തുതി. ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും വടിയങ്ങളായി സ്വരൂപിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ആദ്യമുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോട് വരുവാനിരിക്കുന്നവനുമായ മെസ്സിയാരം വരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോഭന്മാരും സേനയുടെ ഗണങ്ങളും സ്വർഗീയമായ മേഖലകളെ ആഘോഷിക്കുന്നു. എന്റെ ഉഗ്രനാശബ്ദത്തിന്റെ അട്ടഹസിക്കുമ്പോൾ മരണം വീണ്ടും യോഗിയും പാതാളം നശിച്ചു യോഗിയും ആദിഭൂതങ്ങളിൽ യോഗിയും
ഭൂമി ദ്രവച്ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെ സൃഷ്ടിതാവും നിർമ്മിതാവുന്നതിൽ സൃഷ്ടിശക്തികളെത്താൻ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സർവംശങ്ങളും ഗോത്രങ്ങളും പരിപ്രകടവും ഭയങ്കരവുമായ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ഭാവി ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് പ്രത്യാശയോടുകൂടി ദ്രാവിച്ചിരിക്കുന്ന ഈ ദാസനെ വർദ്ധവാൾ കത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന അവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ ഇവനെ എഴുന്നേൽപ്പിക്കുമെന്ന് ജീവനോട് ദുർവായി മരണിച്ചതായ വചനം ഞങ്ങളിലും ഇവനിൽ നിറവേറുമാറാകണമേ. ഞങ്ങളുടെ പരേതരത്തിനോട് കരുണയെ കാണുകയും നിനക്കും രാവിലും വിശുദ്ധഹായിക്കും സ്ത്രീയും സ്തോത്രം പാടുകയും ചെയ്യുമാറാകണമേ. ദൈവങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. മക്കളുടെ കൃപ ജീവിതത്തെ പോലെ ഹല്ലേലൂയ. ഭക്തന്മാർ ദൈവം കൃപ ചെയ്യും. ജീവൻ നൽകുന്നു എന്റെ ശരീരം ഭക്ഷിക്കും എന്തുമവൻ ജീവിപ്പാടുമരിച്ചതുന എന്നും തങ്ങളുടെ മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന് ബദ്ധപ്പെട്ടോടിടുന്നു. In
യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം വലിയ ശ്രേഷ്ഠനും മാതാപിതാക്കൾ സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഇപ്പോൾ വളരെ വേദനയോട് പ്രയോജനത്തോട് നിൽക്കുന്ന ഒരു അവസരമാണ്. നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ അപ്പച്ചൻ മറ്റൊരു ലോകത്തേക്ക് വ്യക്തികളെ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ്. നമ്മളെല്ലാവരും ആ പിതാവിനെ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നാം ഓരോരുത്തരും ഈ സമയത്ത് ചിന്തിക്കേണ്ടത് നമുക്കെല്ലാവർക്കും ഇതേപോലെ നമ്മളെല്ലാം അന്ത്യം
എല്ലാവർക്കും അന്ത്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ തീർച്ചയായും ഈ ഭൂമിയിൽ എന്നും ഓർമ്മയായി നിൽക്കും. ഈ അപ്പച്ചൻ്റെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കി പിന്തുടരുക. ഞാൻ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ കൂടെ വ്യക്തമാണ്. ഇതിൽ നമ്മളുടെ കുടുംബത്തിൽ എല്ലാം സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് നിർദ്ദേശങ്ങൾ എല്ലാവരും തന്നെ എല്ലാം തന്നെ എല്ലാ ബന്ധുമിത്രാദികളോടും ഇടവേട് നാമത്തിൽ ഞങ്ങൾ കുടുംബത്തിൻ്റെ നാമത്തിലുള്ള നന്ദി അനുശോചനം വ്യവസ്ഥയിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ സെന്റ് മേരീസ് പ്രാർത്ഥനത്തിന് വേണ്ടി പ്രാർത്ഥനത്തിൻ്റെ സെക്രട്ടറി ശ്രീ സുരേഷ് ക്ലാസമണ്ണിൽ ബൊക്കെ സമർപ്പിക്കുന്നു. ഇടവകയുടെ മുൻവികാരി നമ്മുടെ ജോജി മദ്ദച്ചൻ കൂടിയിരിക്കുന്ന വൈദികരെല്ലാവരും പ്രതികരിച്ച് ഒരു വാക്ക് അനുശോചനം അറിയിക്കുന്നു. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലാക്കി കൊടുക്കുകയാണ്. ഇടവകയുടെ ഒരു സീനിയർ അംഗം ഈ ലോകത്തിലെ താൽക്കാലികവും ക്ഷണികവുമായ ജീവിതം അവസാനിപ്പിച്ച് നിത്യതല തുറമുഖത്തേക്ക്, സന്തോഷങ്ങളുടെ തുറമുഖത്തേക്ക് യാത്രയാവുന്നു. ഞാൻ 3 വർഷക്കാലം ദേവാലയത്തിലായിട്ട് എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ പ്രഭാത നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ എത്തിച്ചേരുന്ന ഒരു പിതാവ്. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ, സഭാപ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഈ പിതാവിനും പിതാവിൻ്റെ കുടുംബാംഗങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ പിതാവിൻ്റെ വേർപാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദുഃഖമാണ്. ഈ ദുഃഖത്തിൽ ഇടവക മുഴുവനായി പങ്കുചേരുന്നു. വികാരിമാർ ഞങ്ങളെല്ലാവരും തന്നെ കുടുംബമായിട്ട് വളരെയധികം സൗഹാർദ്ദത്തിന് സ്നേഹിതമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് ഈ പിതാവിൻ്റെ വേർപാടിൽ. ഞങ്ങളെല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും തിരുവനന്തപുരത്തിൻ്റെയും എല്ലാവരുടെയും ദുഃഖവും പങ്കുവയ്ക്കുന്നു. എല്ലാവരുമായ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചേർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയിലേക്കുണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ോട് തന്നെ നിനക്ക് സ്തുതി പാലിക്കുമോ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേ ദൈവമായ കർത്താവേ, താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ വ്യർത്ഥലോകത്തിൽ യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും എന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ വിശുദ്ധമാലാകാൻ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് പ്രസാദത്തോടെ ഇതിനെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. അഹോപ്രോ പശോ ആദ്യമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിൻ്റെ സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ത്രങ്ങളെ ക്രമീകരിക്കുന്നതുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിലും മഹനീയനും ദീർഘക്ഷമയും ഉള്ളവനുമാകുന്നു. യാതൊരു രഹസ്യം നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും നിരസനകളും പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അമൽപദങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മൺസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ടുള്ള യേശുശിവൻ എന്നതിൻ്റെ
വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരുലോകങ്ങൾക്കും അധികാരിയായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന വെറുതെ ശ്വാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസനങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിക്കുന്നവരായ സമാധാന മാലാഹമാർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവെ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടുതരണമേ. തിരുനാമഭക്തരും തിരുഷ്ടമാതിരിക്കുന്നവരുമായവരെ ചുറ്റിനിൽക്കുന്ന പോലുള്ള സേവനങ്ങൾ ഇവനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ അവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കை ഇവന് നീട്ടിക്കൊടുത്ത് രണ്ടാമർണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അതിൻ്റെ ആരാധനായങ്ങളെല്ലാവരെയും എനിക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും മാനതകരവും പാപരഹിതവുമായ ജീവിതത്തിൽ അന്ധകാലത്തിൻ്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാക്കണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു, ചിരിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മാനവരായിരിക്കുന്നവർക്ക് പ്രസാദം കൊടുക്കുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന അവർക്ക് ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയമായതുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. നിശ്ചിതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മൗതത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനെല്ലാം ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയിരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും
ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. ആഹാ പാർക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാകുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയം ലോകത്തിന്റെ ജീവരക്ഷക പ്രസംഗിക്കുന്ന പ്രസംഗക്കാരനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാവിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശുമിശിഹായുടെ വംശാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശുവിനാൻ അരുളിച്ചെയ്തു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തം ചെയ്യാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്ന പ്രകാരം പുത്രൻ ചെയ്യുന്നു. പിതാവിന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതിനാൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന പോലെ പുത്രനെ നൽകി ഇഷ്ടപ്പെടുന്ന ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവിനൊരു വിധി നൽകാതെ നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ച് വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. അവനായ സ്ഥാനത്താതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവ് താൻ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ ജീവനാക്കുന്ന തപ്പണം ആരും കൊടുത്തിട്ടുണ്ട്. ന്യായത്തോട് നൽകാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലാവരും ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ തന്റെ വിധിക്ക് വേണ്ടിയും പുനരുദ്ധാന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഞാൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. അതിനായ വലിയ ശ്രേഷ്ഠരെ, ഈ പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങളും ചർച്ചക്കാരും പ്രിയപ്പെട്ടവരുമായ ദേവരെ, ഈ ഇടവകയുടെ ഒരു സജീവ അംഗമായിരുന്നു. ഈ ഇടവകയുടെ തന്നെ ഒരു ഭാഗമായി, ഈ ദേശത്തിൻ്റെ ഒരു ഭാഗമായി, ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തീർന്ന ഈ പിതാവ് നമ്മുടെ ഈ ലൗകിക ലോകത്തിൽ നിന്നും ആത്മലോകത്തിലേക്ക് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നു. ലൗകിക ലോകത്തിലെ ഈ പിതാവിൻ്റെ ജീവിത കാലഘട്ടം 87 വർഷക്കാലം ഈ ലോകത്തിൽ ഈ പിതാവ് ജീവിച്ചിരുന്നു. തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ സ്നേഹിച്ച് വളർത്തി അവരെ സ്നേഹിക്കുകയും അവരുടെ സ്നേഹം ഈ പിതാവ് ലഭിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ നിന്നും ആത്മലോകത്തിലേക്ക് ഈ പിതാവ് അങ്ങുപോയിരിക്കുന്നു. മനുഷ്യൻ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹം ഈ ലോകത്തിലെ ആയുസ് അല്പം കൂടിയെങ്കിലും കൂട്ടി ലഭിക്കണം എന്നുള്ളതാണ്.
ഏത് വാർദ്ധക്യത്തിലാണെങ്കിലും ഏത് രോഗാവസ്ഥയിലാണെങ്കിലും അല്പം കൂടി കാലം ഈ ലോകത്തിൽ കഴിയുന്നതിനാണ് നമുക്ക് ഏറെ താല്പര്യം. എന്നാൽ ലോകം വിട്ടുപോകുന്നവരെ പറ്റി തിരുവചനം പഠിപ്പിക്കുന്നു, വിട്ടുപിരിഞ്ഞ് അവനോടുകൂടി ആയിരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നുവെന്ന് പരിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്തിലെ ജീവിതം ക്ലേശപൂർണ്ണവും കഷ്ടതരവും ഒക്കെയാണ്. അതുകൊണ്ട് ലോകബന്ധങ്ങളിൽ നിന്ന് വിട്ട് ആത്മബന്ധത്തിൽ ദൈവബന്ധത്തിലായിരിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നുവെന്ന് പരിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ നാം സമ്പാദിക്കുകയും ഇവിടെ നാം ജീവിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നെങ്കിലും ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം ഒരു ആത്മലോകവും ദൈവ സാന്നിധ്യവുമാണല്ലോ. വലിയ നോമ്പിൻ്റെ ദിവസങ്ങളെന്ന് പറയുന്നതും ഈ ലൗകിക ലോകത്തിൽ നിന്നും അല്പം കൂടി ഉയർന്ന് ഒരാത്മബന്ധത്തിൽ ദൈവിക ബന്ധത്തിന് കഴിയുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലാണ് ഈ പിതാവ് ജനസംഘത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നത്. ഈ പ്രിയ പിതാവിൻ്റെ ഭവനത്തിൽ മുമ്പൊരിക്കൽ ഞാൻ പോയിട്ട് ഓർക്കുന്നുണ്ട്. പ്രിയപിതാവിൻ്റെ മക്കള്, മരുമക്കള് ജോൺസനും ലാലും ഇവരൊക്കെ നമ്മൾ നൽകിയ ഭദ്രാസനമായിട്ടും അവരവരുടെ ദേവാലയമായിട്ടൊക്കെ വളരെയേറെ ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. ഭദ്രാസനത്തിൻ്റെ വളർച്ചയിൽ ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ മക്കളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഏറെ വിലമതിക്കത്തക്കതാണ്. ആ വിധത്തിൽ ഈ പിതാവുമായിട്ടുള്ള പ്രത്യേക ബന്ധവും ആത്മബന്ധവും കടപ്പാടുമുള്ള പ്രത്യേകം ഈ തരണത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവരും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനങ്ങളുടെയും ദൈവവുമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനമാകുന്നു വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധികളോടാതെ മരണത്തിന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നത് അരുളിച്ചതുമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാലം തുടങ്ങി തലവരെത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സിനതാവത്തിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ സമ്പൂർണ്ണമായ വ്യാപാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മളെല്ലാവരുടെയും ആത്മാക്കളുടെയും ആകർഷയുടെയും സൈന്യങ്ങളുടെയും ആധിപത്യ സൗമ്യമായ ദുഷ്ടന്മാരെ ആത്മാക്കളെ പേടുവാനായി അന്തരീക്ഷത്തിൽ പോയിരിക്കണമെന്ന് ഇന്നത്തെ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ നിമിത്തിക്കുമാറാണ് ഇതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല പരിശുദ്ധന്മാരും പിതാവിനെയും പരിശുദ്ധവുമായും സ്തുതിക്കുകയും ചെയ്യുന്ന സന്തോഷപ്രദമായ പ്രകാശരശ്മികള ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിക്കണമേ. നാം 3 പ്രാവശ്യം ചൊല്ലണം. തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃ ഇതപ്രകാരം ഈ സഹോദരനെ താൽക്കാലിക ജീവിതത്തിൽ യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായത്തിന് കൊടുക്കണമേ. ഇവന്റെ മൃതദേഹത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശോടെങ്കിൽ ശത്രുന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ നയിക്കുകയും ചെയ്യണമേ. സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിന്റെ പിതാവിനെ പരിശുദ്ധനായി സ്തുതിയും പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നമുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളുമുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരാനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും.
ചെയ്യും എന്ന ആവശ്യം പ്രകാരം കർത്താവേ ദാതിരഹിതം ഈ ദാസൻ നിറവേറിയിരിക്കുന്നു. പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ശരണങ്ങൾക്കും സകലഭയതർക്കും കൃതാനുഭവത്തിലേക്ക് നാം പോകുന്നു. നിങ്ങളുടെ ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും നിൻവരവധികൂടം എന്നേക്കും സ്വബോധ ദൈവം കൃപ ചെയ്യും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാണ് നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകും. ആത്മീയമായ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച എല്ലാവരെയും ദൈവമാർത്ത വാഴ്ത്തിക്കൊണ്ട് കർത്താവാകും. ദൈവമായ കർത്താവ് ഞങ്ങൾക്കും വിശ്വാസത്തോടൊപ്പം ഭാവമാകും. പിതാവും പുത്രനും പരിശുദ്ധമായുമായിരുന്നു ബലഹീനവും കുറവുള്ള നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നതമായ സിംഹാസനമുണ്ടാകും. അംഗീകരിക്കപ്പെടുന്ന കൈക്കൊള്ളപ്പെട്ട് മാറ്റി തീർക്കുമാറാകും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. പദവികളിൽ നിന്നും ഭീകരരാകും വിജയകർത്താക്കളിൽ നിന്നും നീക്കുന്നു. വിശ്വാസം ജീവ പ്രധാനമശിക നിൻ ദൈവികമാം ബലഭാഗത്താണേ ശ്രീപാടിയിടട്ടെ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. ും
മഹാകർണയാൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണം, ഞങ്ങളുടെ ശുശ്രൂഷകൾ അംഗീകരിക്കണം, ഞങ്ങളുടെ സഹായത്തിന് ഞങ്ങൾ വാങ്ങിപ്പോർവാവരിയായിരുന്ന സത്യവിശ്വാസത്തോടെ നിന്നുള്ള ശരണത്തിൽ നിദ്രവാസിരിക്കുന്ന ദാസം അവരിയായിരുന്നവരുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതകളും കൊണ്ട് ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ നിദ്രവാസിരിക്കുന്ന മനുഷ്യരുടെ തർക്കത്തിനെ ദൈവം തന്നെ നിർമ്മലമായ തർക്കങ്ങൾ അംഗീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണ്ണമായ സ്ഥാനവിന് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവിന് നൽകുമാറാട്ടെ. ഒരാൾ കാണപ്പെടുകയോ ചൂടാൻ കേൾക്കപ്പെടുകയോ മനുഷ്യ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുകയോ ചെയ്തില്ലാത്ത ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവിന് നൽകുമാറാട്ടെ. വർഷ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ, മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിപ്പിൻ. മൃതനെന്ന കർണ പിൻവലിക്കരുത്. വിരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ പോലെ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവേണ്ടി നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവിൻ്റെ മഹാകരുണയാൽ ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം തന്റെ സന്നിധിയിൽ നിർവഹിച്ചിരിക്കുന്നതിൻ്റെ ദാസനും ആരാധനുമായ ഇതിനെ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിനെ ദൈവത്തിൻ്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോട് ശ്രമിച്ച് നിങ്ങളവരെയും ദൈവമാർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാർത്താവ് നിങ്ങൾക്ക് വിശ്വാസികളായ നിങ്ങൾ വാങ്ങിക്കൊണ്ട് ആത്മാക്കം പരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവയെ ബലഹീനമുള്ള കുറവുള്ള ഞങ്ങൾ പ്രാർത്ഥന ഉന്നസിംഹാസനം കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ട തീർപ്പാറാണെന്ന് ആബോറോ കാദീശോ പുരസ്വാ